ഹലോ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. അപ്പം നമ്മുടെ ഹാഫ് ഇയർലി എക്സാം ആവാൻ പോവാണ് അല്ലേ, നമ്മുടെ ക്രിസ്മസ് എക്സാം ആവാൻ പോവാണ്. അപ്പം എല്ലാവരും നമ്മുടെ എക്സാമിന് വേണ്ടി പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ പാഠങ്ങളെല്ലാം കൂട്ടരും കാണുന്നില്ലേ? നമ്മളെല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളും നമ്മൾ അതേപോലെ തന്നെ പാഠത്തിൻ്റെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പാഠത്തിൻ്റെ ക്ലാസ്സുകളും കാണുക, വർക്ക് ബുക്കിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതോടൊപ്പം നമ്മുടെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹാഫ് ഇയർലി എക്സാം, നമ്മുടെ അർദ്ധവാർഷിക പരീക്ഷ, ക്രിസ്മസ് എക്സാം അല്ലേ. നമ്മുടെ ക്രിസ്മസ് എക്സാം പറഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് മനസ്സിലാവും. ക്രിസ്മസ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കേട്ടോ. ഇനി മുതൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക, നമ്മൾ ടോപ്പേഴ്സ് വേൾഡ് ഫോളോ ചെയ്യുക. നമ്മൾ എക്സാമിന് ചോദിക്കാൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ചോദിക്കുക. മുൻ വർഷത്തെ ചോദ്യ പേപ്പേഴ്സാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വിത്ത് ആൻസേഴ്സും ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് നോക്കാം കേട്ടോ, നമുക്ക് ഏത് വർഷത്തിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന രൂപത്തിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് കിട്ടുന്നത് ഏത് ഇയറിൻ്റെയൊക്കെയാണ് കിട്ടുന്നത്, ആ ഇയേഴ്സിൻ്റെയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്കിവിടെ എന്താണ് ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടിയിരിക്കുന്നത്. ഇൻ്റഗ്രേഷൻ്റെ ഡേ 1 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023-24 ടൈമിലെ ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടിയിരിക്കുന്നത്, ഡേ 1. അപ്പോൾ ഇതിൽ നമുക്ക് മലയാളവും മാത്സും ഉണ്ട് അല്ലേ. നമ്മുടെ മലയാളം, മാത്സ്, പരിസര പഠനം കൂടെ ചെയ്യുന്നതാണ്. പരിസര പഠനം പറയുന്നത് നമ്മുടെ മലയാളത്തിൽ തന്നെ ഇൻക്ലൂഡാണ്, നിങ്ങൾക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് നോക്കാം. എപ്പോഴും നമുക്ക് ഫസ്റ്റ് വരുന്ന ചോദ്യം എന്തായിരിക്കും, എക്സാമിന് ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ പറയുന്നത് ഇപ്പോൾ ഇംഗ്ലീഷിനായാലും ഇൻ്റഗ്രേഷനായിരിക്കും. നിങ്ങൾക്ക് എക്സാം എങ്ങനെയാണ് വരിക അറിയാലോ. ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ മലയാളം മീഡിയം കൂട്ടുകാർക്കാണെങ്കിൽ ഉദ്ഗ്രഥനം എന്ന് പറയും ചോദ്യ പേപ്പർ. ഡേ 1 ഉണ്ടാവും. നിങ്ങൾക്ക് ഓണ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് വരിക, ഡേ 1 ഉണ്ടാവും, ഡേ 2 ഉണ്ടാവും, ഡേ 3ക്കും ഇൻ്റഗ്രേഷൻ തന്നെയായിരിക്കും. ഇൻ്റഗ്രേഷനിൽ വരുന്നത് ഏതൊക്കെയാണ്, നമ്മുടെ മലയാളം ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മൾ മാത്സ് ഗണിതത്തിൻ്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഉദ്ഗ്രഥനം എന്ന് പറയുന്നത്. പിന്നുള്ള എക്സാം പറയുന്നത് ഇംഗ്ലീഷിന് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു എക്സാം ആയിരിക്കും, ഇംഗ്ലീഷ് സബ്ജക്റ്റിന്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിന് രണ്ടിനാണെങ്കിലും ഫസ്റ്റത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കളറിങ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ കളറൊക്കെ കൊണ്ടുപോവുക, നിങ്ങൾ ടീച്ചർ പറയുന്ന പോലെ കളർ എങ്ങനെയാണെന്ന് വെച്ചൊക്കെ കൊണ്ടുപോവുക. കളറിങ് ഉറപ്പായും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രവർത്തനം എന്താ നോക്കൂ, മധുരിമയുടെ ചിത്രപുസ്തകം നിറം നൽകി മനോഹരമാക്കൂ. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ കാണുന്ന ചിത്രത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിറം കൊടുക്കുക, ആവുന്നത് വൃത്തിയായിട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. കളറൊക്കെ വൃത്തിയായിട്ട് നിറം കൊടുക്കാൻ നോക്കുക. അപ്പോൾ പക്ഷേ ഈ കളറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മൂല്യനിർണ്ണയ തരമാണ്, നമ്മളെ മാർക്ക് ഗ്രേഡ് അതിന് പുറമെ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ കളറിംഗ് എന്ന് പറയുന്നത്. പ്രവർത്തനം 2, രണ്ടാമത്തെ പ്രവർത്തനം എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ക്ലിയർ അല്ല അല്ലേ. അപ്പോൾ നമുക്ക് റീഡ് ചെയ്യുന്നത് വായിക്കുന്നത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പ്രവർത്തനം തത്തമ്മയും മക്കളും എന്നാണ് കേട്ടോ. വായിക്കാം. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, തത്തമ്മ നെൽക്കതിർ കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം വായിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് വായിക്കാൻ, നമുക്ക് അക്ഷരത്തെറ്റില്ലാണ്ട് വായിക്കാൻ നമുക്ക് അറിയണം. കാരണം അതിൽ തന്നെ എന്തുണ്ട്, ഉത്തരങ്ങളുണ്ട്. അപ്പോൾ എടുത്ത് എഴുതാൻ നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ആവുന്നതും എഴുതുന്ന സമയത്ത് അക്ഷരത്തെറ്റ് വരുത്താതെ ഉത്തരങ്ങൾ എഴുതാൻ നോക്കുക. അപ്പോൾ ഇവിടെ ആദ്യം വായിക്കാം. വലിയ പന, പനയിൽ പൊത്ത്, പൊത്തിൽ കുഞ്ഞുങ്ങൾ. എന്താണ്, പനയിൽ പൊത്ത്, പൊത്തിൽ ആരാ ഉള്ളത്, കുഞ്ഞുങ്ങൾ. അമ്മത്തത്ത പറന്നു വന്നു, ചുണ്ടിൽ നെൽക്കതിർ, കുഞ്ഞുങ്ങൾ അമ്മയെ കണ്ടു, ഉച്ചത്തിൽ കരഞ്ഞു. എങ്ങനെ കരഞ്ഞേ, കീ കീ കീ. ഇനി ഇതിനുള്ള ചോദ്യങ്ങളാണ്. ആരാണ് പറന്നു വന്നത്, ഉത്തരം ഇത് തന്നെ ഉണ്ട് അല്ലേ. നിങ്ങൾക്ക് അറിയില്ല, ഉത്തരം എടുത്ത് എഴുതിയാൽ മതി. ആരാണ് പറന്നു വന്നത്, ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം എടുത്ത് എഴുതാൻ അറിഞ്ഞിരിക്കണം. എന്നാൽ അതുകൊണ്ടാണ് പറഞ്ഞത്, വായിക്കാൻ അറിഞ്ഞാലല്ലേ ഉത്തരം എടുത്ത് എഴുതാൻ പറ്റുള്ളൂ. ആരാ പറന്നു വന്നത്, ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ആരാ, അമ്മത്തത്ത അല്ലേ. ആരാണ്, അമ്മത്തത്ത. അടുത്തത്, അമ്മത്തത്ത എന്താണ് കൊണ്ടുവന്നത്, ഇവിടെ ഉണ്ട് ഉത്തരം. എന്താ കൊണ്ടുവന്ന അമ്മത്തത്ത, അതെ നെൽക്കതിരാണ് കൊണ്ടുവന്നത്, നെൽക്കതിർ. കുഞ്ഞുങ്ങൾ കരഞ്ഞത് എങ്ങനെ, കീ കീ കീ. തത്ത കുഞ്ഞുങ്ങൾ കരഞ്ഞത് എന്തിനായിരിക്കും, ഒന്നെങ്കിൽ നമുക്ക് എന്തെഴുതാം, അമ്മയെ കണ്ടു അല്ലെ, അതുകൊണ്ടാവാം, അല്ലെങ്കിൽ വിശന്നിട്ട്. ഓക്കെ. ത എന്ന അടുത്ത ചോദ്യം, ത എന്ന അക്ഷരം വരുന്ന വാക്കുകൾ എഴുതൂ. അപ്പൊ ഇത് തന്നെയുണ്ട്, ത എന്ന വാക്കുകൾ അക്ഷരം വരുന്ന വാക്കല്ലേ. അപ്പൊ പൊത്ത് കണ്ടോ, ത കൂട്ടക്ഷരമാണ്. പിന്നെയോ അമ്മ തത്ത. അപ്പൊ ഈ 2 വാക്കും എഴുതുക കേട്ടോ. മൂന്നാമത്തെ പ്രവർത്തനം വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രവർത്തനം, വായിക്കാൻ അറിഞ്ഞാൽ മതി കേട്ടോ. കൂട്ടുകാരുടെ വിശേഷങ്ങൾ. അപ്പൊ ടീച്ചർ അറിയില്ലെങ്കിൽ ടീച്ചർ വായിച്ചു തരുമല്ലോ. അപ്പൊ ടീച്ചർ വായിച്ചിരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക കേട്ടോ. ശരിയായി വരച്ചു ചേർക്കുക. ഇവിടെ നോക്കൂ, ആനയുടെയാണ് അല്ലേ. ആന എന്താ പറയണത്, ഞാൻ ആന. ആനയുടെ ഒരു
വിശേഷണങ്ങളോട് എഴുതി. ആന എന്താണ് കരയിലെ ഏറ്റവും വലിയ ജീവി, അപ്പൊ അതിലേക്ക് വരച്ചു ചേർത്തു അല്ലെ. പിന്നെയോ ഇതിലുള്ള ഏതാണ് ആനിമൽ വരിക, അതിലേക്ക് വരച്ചു ചേർക്കുക. മീൻ തിന്നുന്നു, ആനയാണോ? ആന മീൻ തിന്നുവോ? ഇല്ല. ആരാ മീൻ തിന്നുക ഈ ചിത്രത്തില്? പൂച്ച അല്ലെ. പാല് തരുന്നു, ആരാ പാല് തരുന്നത്? പൂച്ചയാണോ? അല്ല, പശു. ഞാനാണ് പശു, കണ്ടോ? ഈ പശുവിലേക്ക് വരച്ചു ചേർക്കുക. വീട്ടിൽ വളർത്തുന്നു, ആരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം? പൂച്ചയും നമുക്ക് പൂച്ച എഴുതാൻ പറ്റും, പശു അല്ലെ. പക്ഷെ സാധാരണ നമ്മൾ ഓമൻസ് വളർത്തുന്നത് ആരെയായിരിക്കും? പൂച്ച. പുല്ല് തിന്നുന്നു, ആരാണ്? പശു. കാട്ടിൽ ജീവിക്കുന്നു, ആരാ? ആന. അപ്പൊ പൂച്ചന്റെ എന്തൊക്കെ എഴുതാം? വീട്ടിൽ വളർത്തുന്നു, മീൻ തിന്നുന്നു. പശുവിനെയോ? പുല്ല് തിന്നുന്നു, പാല് തരുന്നു. എല്ലാത്തിനും രണ്ടെണ്ണം വരുന്ന രീതിയിലാണ് ചോദ്യം. അടുത്തൊരു അനുമോദന റാലിയാണ്. പടം വരച്ചു ചേർക്കാം, നൽകാം. നമ്മൾ എഴുതിയിട്ടുണ്ട് തോരണം കെട്ടി. ഇവിടെ കണ്ടോ തോരണം പൂർത്തിയാക്കണം, അപ്പൊ വരച്ചു ചേർക്കുക കേട്ടോ. ഇവിടെ കണ്ടോ തോരണം എന്താണ് വരച്ചു ചേർക്കാനോ, അപ്പൊ ചേർക്കുക തോരണം. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? മുത്തുക്കുടകൾ ചൂടി, ചെണ്ട കൊട്ടു തുടങ്ങി, മിഠായി വിതരണം ചെയ്തു, പുലിക്കളി തുടങ്ങി, കുട്ടികൾ തുള്ളിക്കളിച്ചു. ഈ കാണുന്ന ചിത്രം വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു വരികളാണ് എഴുതേണ്ടത് കേട്ടോ. അതായത് വരികളല്ല, വാക്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പൊ ചെറിയ ചെറിയ വാക്യങ്ങൾ അക്ഷരത്തെറ്റില്ലാണ്ട് എന്ത് ചെയ്യാ? എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ലാസ്റ്റത്തെ പ്രവർത്തനം ആക്ടിവിറ്റി 5 ഫ്രൂട്ട്സ്. കൗണ്ട് ദി ഫ്രൂട്ട്സ് ആൻഡ് റൈറ്റ്. എന്താണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ കാണുന്ന ചിത്രത്തിലുള്ള പഴങ്ങൾ എന്ത് ചെയ്യുക? എണ്ണി നോക്കിയിട്ട് അടുത്തുള്ള കോളത്തിൽ എഴുതുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ആദ്യം മുന്തിരി, ഗ്രേപ്സ് ആണ്. എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കൂ. എത്ര എണ്ണം ഉണ്ട്? കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യും, എണ്ണി നോക്കുക. എപ്പോഴും എണ്ണി നോക്കിയിട്ട് എഴുതുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കുക കേട്ടോ. അപ്പൊ എണ്ണുന്ന സമയത്ത് തെറ്റുകൂടാണ്ട് കൃത്യമായിട്ട് പതുക്കെ കൃത്യമായിട്ട് എണ്ണിയിട്ട് എഴുതുക. ഇതിൽ എത്ര ഉണ്ട്? 12, 12 എണ്ണം ഉണ്ട്. ജെറി എത്ര എണ്ണം ഉണ്ട് നോക്കൂ. അടുത്തത് 15, 15 എണ്ണം ഉണ്ടാവും. എണ്ണി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എണ്ണം ഉണ്ട്. കറക്റ്റ് അല്ലേ? 15 അല്ലേ? അതെ അല്ലേ? 15 എണ്ണം ഉണ്ടാവേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. കറക്റ്റ് അല്ലേ? 15 എണ്ണം അല്ലേ? 50. ബനാന എത്ര ഉണ്ട്? 1 2 3 4 5 6. 1 2 3 4 5 6. 6 പഴം ഉണ്ട് അല്ലേ? ബനാന. ചോദ്യം എന്താ? ഹൗ മെനി ഫ്രൂട്ട്സ് ആർ ദർ ഇൻ ദ ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പ്. ഇത് ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പ് വെച്ചാൽ വലിയ അതായത് നിറയെ ഫ്രൂട്ട്സ് ഏതാണ്? ഹൗ മെനി എന്നാ ചോദിക്കുന്നത്. ഹൗ മെനി ഫ്രൂട്ട്സ് ആർ ദർ ഇൻ ദ ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പ്. ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പിൽ എത്ര ഫ്രൂട്ട്സ് ഉണ്ടെന്ന് വെച്ചാൽ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്നാണ് ചോദ്യം കേട്ടോ. ഏതാ? 15. അടുത്തത് റൈറ്റ് ദി നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ഈ കാണുന്ന 12, 15, 6 ഇതിനെ ചെറുതിൽ നിന്നും വലുതെന്ന രീതിയിൽ, സ്മോളസ്റ്റ് ലാർജസ്റ്റ് എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതെന്ന രീതിയിൽ എഴുതുക. എങ്ങനെ എഴുതാം? 6, 12, 15. 6, 12, 15. അപ്പോൾ 5 പ്രവർത്തനങ്ങളേ ഉള്ളൂ അല്ലേ ഡേ 1-ല്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുട്ടി പ്രവർത്തനങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അതുപോലെയുള്ള നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, മുൻവർഷ ചോദ്യ പേപ്പേഴ്സ് നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാം നിങ്ങൾ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ആൻസേഴ്സ് വെറുതെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ചെയ്ത് നോക്കുക, എഴുതി നോക്കുക കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് പ്രാക്ടീസ് ആവുള്ളൂ എക്സാമിന്. അപ്പോൾ അതുപോലെ അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്